നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ഇനി മൂന്നാമത്തെ ശ്ലോകം. തവ ഖലു ദയിതാ ജനൈഃ സമേതാ ദ്രുപദസുതാ ത്വയി ഗാഢഭക്തിഭാരാ തദ് ഉദിത ഭവദ് ആഹൃതി പ്രകാരൈഃ അതിമുമുദേ. തദുദിത ഭവദാഹൃതി പ്രകാരൈരതിമുമുദേ സമം അന്യഭാമിനീഭിഃ സമമന്യഭാമിനീഭിഃ. ത്വയി അങ്ങയിൽ ഗാഢഭക്തിഭാര അത്യന്തം ഭക്തിയുള്ള ദ്രുപദസുത ആ പാഞ്ചാലിയാകട്ടെ, ദ്രുപദസുത ഖലു ആ പാഞ്ചാലിയാകട്ടെ, തവ ദയിതാ ജനൈഃ ഭഗവാന്റെ പ്രേയസി ജനങ്ങളോട് പത്നിമാരോട് സമേത അവരോടുകൂടെ ചേർന്ന് ഇരുന്ന്. പൊതുവെ എവിടെയും അങ്ങനെയാണ്, പുരുഷന്മാരൊക്കെ അവരുടേതായ ഒരു കൂട്ടം, സ്ത്രീകളുടേതായ ആ കൂട്ടം. അങ്ങനെ പാഞ്ചാലി ഭഗവാന്റെ 16,008 ഭാര്യമാരോടും കൂടി ഇരുന്നിട്ട് തദുദിത ഭവദാഹൃതി പ്രകാരൈഃ തദുദിതം അവരാൽ പറയപ്പെട്ട, ആ പത്നിമാരാൽ പറയപ്പെട്ട, ഭവദാഹൃതി ഭഗവാനാൽ എങ്ങനെയാണ് അവർ ആഹരിക്കപ്പെട്ടത്, അതായത് അവരെ വിവാഹം കഴിക്കാനുണ്ടായ സാഹചര്യങ്ങൾ, ആ ആഹൃതി പ്രകാരൈഹി അത് ഓരോരുത്തർക്കും ഓരോന്നായിരുന്നു. നമ്മൾ കണ്ടതാണ് ശ്രീകൃഷ്ണ പത്നിമാരുടെ ആ ഒരു ദശകത്തിൽ ഓരോ ഭാര്യമാരെയും ഭഗവാന് ലഭിക്കാനുണ്ടായ കാരണവും ആ ലഭിച്ച വിധവും കണ്ടതാണ്. ഇതൊക്കെ ഓരോ ഭാര്യമാരും അവരായിട്ട് തന്നെ ദ്രൗപദിയോട് ഇപ്രകാരം അന്യഭാമിനീഭിഃ സമം മറ്റ് സ്ത്രീകളോടൊപ്പം, ഈ 16,008 ഭാര്യമാർ മാത്രമല്ല, ഇത് കേൾക്കുമ്പോൾ അവിടെ മറ്റ് യാദവന്മാരുടെ ഭാര്യമാരും അതുപോലെ കൗരവന്മാരുടെ ഭാര്യമാരും എല്ലാ സ്ത്രീകളും ഉണ്ട്. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഈ കഥ പറഞ്ഞ് രസിക്കുകയും ഭക്തിയോടെ ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു. അങ്ങനെ ആ സ്ത്രീകളോടുകൂടി അന്യഭാമിനീഭിഃ സമം അവരോടുകൂടെ അതിമുമുദേ അത്യധികം സന്തോഷിച്ചു. സ്വാഭാവികമായും സ്ത്രീകൾക്ക് കേൾക്കാൻ ഇത്തരം വിഷയങ്ങളൊക്കെ വലിയൊരു കാര്യമായിട്ട് പറയും. അത് പണ്ടും ഇന്നും എല്ലാം ഒരേ സ്വഭാവക്കാരാണ് സ്ത്രീകൾ എന്ന് കാണിക്കുകയാണ്. അതേസമയം പുരുഷന്മാരാണെങ്കിൽ അന്നാണെങ്കിൽ രാജകാര്യങ്ങൾ, ഇന്ന് രാഷ്ട്രീയം അല്ലെങ്കിൽ സിനിമ, സ്പോർട്സ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതലും അവർ സംസാരിക്കുക. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് ഇത്തരം വിഷയങ്ങൾ കേൾക്കുന്നത് അവർക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ പാഞ്ചാലി, ഭഗവാനിൽ ഭക്തിയുള്ള പാഞ്ചാലി, ഭഗവാൻ ഓരോരുത്തരെയും വിവാഹം കഴിച്ച വിധമൊക്കെ ചോദിച്ച്, അപ്പൊ ഓരോരുത്തർക്കും അത് പറയാൻ 100 നാവായിരുന്നു. അപ്പൊ 16,008 ഭാര്യമാരും തങ്ങളെ ഭഗവാൻ രക്ഷിച്ച വിധവും വിവാഹം കഴിച്ച വിധവുമൊക്കെ വളരെ വിസ്തരിച്ച് തന്നെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ എല്ലാവരുടെയും ഭാര്യമാർ, അതായത് എല്ലാ സ്ത്രീകളും ഒരുമിച്ച് ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു എന്ന് പറയാണ്. ശ്ലോകം 3. തവ ഖലു ദയിതാ ജനൈഃ സമേത
ദ്രുപദസുതാ ത്വയി ഗാഢഭക്തിഭാരാ തദുദിത ഭവദാ ഹൃദി പ്രകാരൈ അതിമുമുതേ സമമന്യഭാമിനീഭി. ഹരിശരണം. എല്ലാ നാരായണീയ ഉപാസകർക്കും പ്രണാമം. ശ്രീ ഗുരുവായൂരപ്പനും ഭട്ടപാദർക്കും വ്യാസഭഗവാനും ഗുരുജനങ്ങൾക്കും പൂർവികർക്കും നമസ്കാരം. ദശകം 84, ശ്ലോകം 4. സമന്ത പഞ്ചകത്തിലെ അവസ്ഥ നമുക്കിങ്ങനെ ഭാവനയിൽ കാണാം. എല്ലാവരുമായിട്ടും സൗഹൃദമായിട്ട് പെരുമാറിക്കൊണ്ടും നല്ലൊരു സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടുള്ളതായ തീർത്ഥാടനം നടക്കുകയാണ്. ആ സമയത്താണ് വൃന്ദാവനത്തിൽ നിന്നും ഗോപന്മാരും ഗോപസ്ത്രീകളും വന്നിട്ടുണ്ട് തീർത്ഥാടനത്തിന്. അനുഭവം കണ്ടു. നല്ല മണിക്കിരീടവും മഞ്ഞപ്പട്ടും പച്ചപ്പട്ടും ഒക്കെ, പച്ചപ്പട്ട് പുതച്ചും നല്ല സുന്ദരനായ യുവാവിനെ പോലെയുള്ളതായ ഭഗവാനെ കണ്ടപ്പോൾ ഗോപസ്ത്രീകൾ വിചാരിച്ചു, ഇനിയിപ്പോൾ ഞങ്ങളെയൊന്നും ഓർമ്മയുണ്ടാവില്ലായിരിക്കും. ചക്രവർത്തി പദമാണല്ലോ കാണുമ്പോൾ തോന്നുന്നത്. നമ്മളൊക്കെ വളരെ സാധാരണക്കാരാണ്, അപ്പം നമ്മളെയൊന്നും കണക്കാക്കില്ല എന്നൊക്കെ വിചാരിച്ചു. അവർക്ക് തോന്നാലോ അങ്ങനെയൊക്കെ. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണല്ലോ. എന്തെങ്കിലുമൊക്കെ ഒരവസ്ഥ വന്നാൽ പഴയ കാലത്തെ എല്ലാവരെയും മറക്കുക, തങ്ങൾക്ക് ഉപകാരം ചെയ്തവരെ വിസ്മരിക്കുക, തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയൊന്നും ഓർക്കാതിരിക്കുക, അവരെ പറ്റി ചിന്തിക്കാതിരിക്കുക. ഇതൊക്കെ സ്വാഭാവികമായ ദുസ്വഭാവങ്ങളാണ് പലരുടെയും. പക്ഷെ ഇവിടെ അവരെ കണ്ട ഉടനെ തന്നെ എല്ലാവരെയും വിട്ട് ഭഗവാൻ ഓടിച്ചെല്ലുകയാണ്. കിരീടമൊക്കെ താഴ്ത്തി വെച്ച് അവിടെ ചെന്ന് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ പഴയ കൃഷ്ണൻ തന്നെയാണ്. നിങ്ങളെ കണ്ടപ്പോൾ അതിസന്തോഷമുണ്ട്. ഇത്ര കാലമായി കണ്ടിട്ട്. പലതരത്തിലുള്ളതായ ഭരണപരമായ കാര്യങ്ങളെ കൊണ്ടും ലോകഹിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ അടുത്ത് വരാൻ സാധിച്ചില്ല എന്നുള്ളതുകൊണ്ട് നിങ്ങളെ മറന്നു എന്ന് വിചാരിക്കണ്ട. എന്നും നിങ്ങളെ സ്മരിക്കാറുണ്ട്. അങ്ങനെ നന്ദഗോപുരയിൽ തുടങ്ങിയിട്ടുള്ള എല്ലാ ഗോപന്മാരോടും കുശലം പറഞ്ഞ് അവരെയൊക്കെ അഭിവാദ്യം ചെയ്തും കെട്ടിപ്പിടിച്ചും അവരെയൊക്കെ സന്തോഷിപ്പിച്ചു. ആ കൂട്ടത്തിൽ തന്നെ അവിടെ കുറേ കാലമായിട്ട് ഭഗവാനെ കാണാതെ ആ വിരഹദുഃഖം കൊണ്ട് വളരെ വിഷമിച്ചിരിക്കുന്നതായ, അല്ലെങ്കിൽ അവനെ കണ്ടപ്പോൾ ഉണ്ടായ അതിസന്തോഷം പ്രകടമാകുന്ന തരത്തിലുള്ളതായ പെരുമാറ്റം കൊണ്ട് ഭഗവാനെ വശീകരിച്ചു എന്നല്ല പറയാം ഗോപസ്ത്രീകൾ. അവർ ആ വിരഹദുഃഖം കൊണ്ടാണോ എന്നറിയില്ല, കൃഷഗാത്രികളായിട്ടാണ് കാണുന്നത്. എന്ത് ചെയ്തു ഭഗവാൻ, ഇനി ഞാൻ നിങ്ങളുടെ കൂടെ കൂടാം എന്നും പറഞ്ഞിട്ട് ആ ഗോപസ്ത്രീകളെ തൻ്റെ പ്രിയ പത്നിമാരെ കൊണ്ട് വിട്ടു. മറ്റുള്ളതായ എന്താ പറയുക, ധനികന്മാരെന്നൊക്കെ പറയാം, അല്ലെങ്കിൽ പാണ്ഡവാദികൾ കൗരവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ആ ഗോപസ്ത്രീകളെ അവിടെ കൂടി ഒരു വിജന സ്ഥലത്തേക്ക് പോവുകയാണ്. ഇനി അവരെയും ഉദ്ധരിച്ച് അവർക്കും നല്ലൊരു പദം കൊടുക്കണം എന്ന് ഭഗവാൻ നിശ്ചയിക്കുകയാണ്. നമ്മൾ ഭഗവാനെ മറന്നാലും നമ്മളെ ഭഗവാൻ മറക്കില്ല. അത് ഓർത്തോളൂ, മറവി ഭഗവാനില്ല. അങ്ങനെ അവരുടെ കൂടെ ചേരാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ പോവുകയാണ് ഭഗവാൻ. സന്തോഷമായി അവർക്ക്. തങ്ങളുടെ കൃഷ്ണൻ തങ്ങളുടെ കൂടെ തന്നെ വന്നിരിക്കണം. ഒരു ഭാവവ്യത്യാസവും ഇല്ല. അങ്ങനെയുള്ളതായ ഭഗവാന്റെ അവസ്ഥ നോക്കൂ. ഇതാണ് ഭഗവാൻ. ഒന്നിലും ഒരു പ്രത്യേക അഹങ്കാരമൊന്നും ഭഗവാനില്ല. ഭക്തരുടെ അടുത്ത് വാത്സല്യം മാത്രമേ ഉള്ളൂ, കാരുണ്യം മാത്രമേ ഉള്ളൂ. തന്നെ സ്നേഹിച്ച, പ്രേമിച്ച, തന്നെ ആശ്രയിച്ച ഗോപസ്ത്രീകളെ ഒരിക്കലും ഭഗവാൻ മറന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ അവരെ ഒരു വിജനസ്ഥലത്തേക്ക് കൊണ്ടുപോയതിനും ഒരു പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരിക്കും. അത് നമുക്ക് കാണാം. ഹരിശരണം.